പ്രേമാസ് കിച്ചൺ ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പമാണ്. ചക്കയട എന്നൊക്കെ പറയും. കുമ്പളപ്പത്തിന് ആവശ്യമായ ചേരുവകൾ: ചക്ക, ഇത് കൂരച്ചക്കയാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ വറക്കാൻ അരിപ്പൊടി, പുട്ടുപൊടി എടുത്തിരിക്കുന്നു 1 കപ്പ്, റവ 1 കപ്പ്, ഇത് ശർക്കരപ്പാനി, ആവശ്യമായ തേങ്ങ, നെയ്യ്, ഏലക്കപ്പൊടി. ഈ ഏലക്കകത്താണ് നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്നത്. ചീനിച്ചട്ടി അടുപ്പ് വയ്ക്കുക. ചൂടായി വരുമ്പോൾ നമുക്ക് അരിപ്പൊടിയും റവയും വറുത്തെടുക്കണം. നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് ഇത് രണ്ടും വറുത്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി വറക്കണം. തീ കൂട്ടിയിട്ട് വറക്കരുത്. ചെറിയ രീതി ബ്രൗൺ നിറമാകുന്നിടം വരെ വറക്കാവുള്ളൂ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇത് ചേർക്കാം, ആവശ്യത്തിനുള്ള. എന്നിട്ട് വറക്കാം. തേങ്ങാപ്പീര ഇട്ടിട്ട് ചെറിയതായിട്ട് ഇതിൻ്റെ വെള്ളം പറ്റും, തേങ്ങയുടെ വെള്ളം പറ്റുന്ന രീതി വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ചക്ക ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതിനകത്തിടുക. ശർക്കരപ്പാനി കൂടെ ഒഴിക്കും ഇതിനകത്ത്. ഏലക്കാപ്പൊടി ഇളക്കി ചെറിയ തീയെ ഇളക്കി കൂട്ടുക. ഇളക്കി യോജിപ്പിക്കുകയല്ല. സമയം തീ അണയ്ക്കുക. ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഇലക്കകത്ത് കുമ്പിൾ ആക്കിയിട്ട് മാവ് അതിനകത്ത് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. വേവിക്കാനായിട്ട് ഇടിപ്പാത്രം വെക്കാൻ. ഇത് വെള്ളം ഒഴിച്ച് സ്പൂണിടുന്ന എന്തിനാണെന്നറിയാമോ? തിളച്ച് അതിലേക്ക് ആവിവെള്ളം വരാതിരിക്കാനാണ്. ഇതിനെ ഉണ്ടാക്കി വെക്കാം. ഒന്നുകൂടെ ഇതിലേക്ക് കുമ്പളപ്പം ഉണ്ടാക്കി വെക്കാം. കണ്ടോ? എല്ലാം ഇതുപോലെ നമുക്ക് നോക്കി വെക്കാം. ഒരു 20 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെന്തോന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുമ്പളപ്പമൊക്കെ ശരിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണടുത്ത് മുറിച്ച് നോക്കാം.